ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി മധുരമില്ലാത്ത പുളിഞ്ചിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു പുളിഞ്ചിയാണ്. എപ്പോഴും മധുരമുള്ളതല്ലേ ഉണ്ടാക്കാറ്, എന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ മധുരമില്ലാത്ത പുളിഞ്ചി തയ്യാറാക്കിയത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 25 ഗ്രാം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെക്കാം. നമുക്ക് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഇതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 30ഓളം വെളുത്തുള്ളി അല്ലികളും ഒരു 15ഓളം പച്ചമുളകും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ഞു ടീസ്പൂണിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് മണം വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും കൂടി ചേർന്ന് നന്നായിട്ട് സ്മെല്ല് വരും. നിങ്ങൾ ഈസി കുക്കിലാണ് വെക്കുന്നതെങ്കിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകാണ് ഞാനിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി, പൊടിയായി അരിഞ്ഞ നമ്മുടെ ഇഞ്ചി ഇതിലേക്കിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളക് പൊടിയായി അരിഞ്ഞതും രണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല ഒരു ബ്രൗൺ കളറായി വരും കേട്ടോ. നമ്മളെ വെളുത്തുള്ളിയൊക്കെ വാടി ഇഞ്ചിയും പച്ചമുളകും എല്ലാം വാടി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി ഇത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ഈ നല്ല സ്മെല്ല് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈസി കുക്കിലാണെങ്കിൽ 350 ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ആ ടീസ്പൂണിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ പുളി മാറ്റി വെച്ചിട്ടില്ലേ, നമ്മൾ പിഴിഞ്ഞെടുത്ത നമ്മുടെ ഈ പുളി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയിലാണ് കേട്ടോ നമ്മുടെ ഈ പുളി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. കട്ടിയോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ പുളി വെള്ളത്തിൽ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേവി വളരെ കനം കുറഞ്ഞിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നിങ്ങളിതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രേവി വളരെ കട്ടി കുറഞ്ഞായിരിക്കും ഇരിക്കുക. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യമനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 2-3 തവണ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കണ്ടോ, ഗ്രേവി കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ കിടന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഒന്ന് വേവണം. നമ്മളുടെ മസാലകളുടെ എല്ലാം മണം മാറി നല്ല വെന്ത മണം വരും മല്ലിപ്പൊടിക്കൊക്കെ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രേവി ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നത്. ഈ ലൂസിൽ വേണം ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ കിടന്ന് നമ്മുടെ മല്ലിയും മുളകും എല്ലാം വെന്ത് കിട്ടണം. എന്നാലേ നമ്മുടെ ഈ പുളിഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മധുരമുള്ള പുളിഞ്ചിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ മധുരമില്ലാത്ത പുളിഞ്ചി. പണ്ടൊക്കെ നമ്മുടെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുളിഞ്ചിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് അപൂർവമായിട്ട് എല്ലാവരും ഉണ്ടാക്കാറുള്ളൂ. എന്നാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുളിഞ്ചി ഞാൻ ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നോക്കും. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കും. ഇങ്ങനെ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെക്കും. ഇങ്ങനെയാണ് ഞാനിത് വറ്റിച്ചെടുക്കാറ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കുറുകിയിട്ട് നന്നായിട്ട് വറ്റി വരണം. വീണ്ടും ഒന്ന് അടച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടാവും. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദേറിയ ഒരു പുളിഞ്ചിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് പുളിഞ്ചിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ, കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്തതാണ് ഞാൻ. ഇതുപോലെ നല്ല തിക്നെസ്സാവും വറ്റിക്കഴിഞ്ഞാൽ. വളരെ രുചിയുണ്ടാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.